ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണാം കേട്ടോ. പിന്നെ ആ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് അതിലുള്ള സാധനങ്ങളൊന്നുമല്ല നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ കാണാം. കാരണം ഞാൻ ആ വ്ളോഗ് ജസ്റ്റ് റാൻഡമായിട്ട് മേടിക്കാൻ പോയതേ കാണിച്ചിട്ടുള്ളൂ. ബട്ട് ഇതെടുക്കണം അതെടുക്കണം മീൻസ് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് ബാഗ് പോലും ഇറങ്ങി ബില്ലിടാൻ പോകുമ്പോഴാണ് ബാഗ് പോലും അവിടുന്ന് വേണ്ട വിചാരിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഫുൾ ഇതായിട്ട് അവിടെ നിന്ന് തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം A to Z കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇറങ്ങണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എൻ്റെ സ്കൂൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്ബുക്കാണ് മേടിച്ചിട്ടുള്ളത്. ഞാനൊരു സാധാ വലുപ്പമുള്ളതിനെക്കാട്ടി ഒന്നും കൂടി വലുപ്പമുള്ളൊരു ബുക്കാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ നോക്കിയ തിക്കുള്ള നോട്ട്ബുക്ക് ചെറുത് അവിടെ ഇല്ല, ഭയങ്കരമായിട്ട് തിക്കുള്ളതുണ്ട്. ബട്ട് അതിലും കുറവുള്ളതില്ല. സോ ഞാൻ കുറച്ച് തിന്നായിട്ടുള്ള വലുപ്പമുള്ള ബുക്ക് മേടിച്ചു കേട്ടോ. ഇതിൻ്റെ നെറ്റ് റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. ബട്ട് ഓഫർ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിക്ക് ഞങ്ങൾക്ക് 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അതേപോലെ തന്നെ ഫിസിക്സിനും ഉണ്ടായിരുന്നു, പിന്നെ മാത്സിനും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ നോട്ട് ഞാൻ ഒരു നോട്ടിൽ തന്നെ അപ്പുറം എഴുതിയിട്ട് ലാസ്റ്റ് എനിക്ക് കെമിസ്ട്രിക്ക് 4 നോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫിസിക്സിന് 2 നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു 9 നോട്ട് എടുത്തു. ഇനിയിപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും നോട്ട് ഇക്കൊല്ലം കുറേ പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ അടുത്തത് ഞാൻ ഈ ഫ്ലയറിൻ്റെ ഈ ഒരു പെന്നാണ് മേടിച്ചിട്ടുള്ളത്. 3 എണ്ണം ദാനിഷിനാണ്. കാരണം ദാനിഷിന് UPയിലേക്കാണ് 5ാം ക്ലാസ് മുതൽ അവനക്ക് പെന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അവനക്ക് ബ്ലൂ പെന്ന് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലൂ മേടിച്ചെടുത്തതാണ്. അങ്ങനെ ഞാനും കൊല്ലം ബ്ലൂ യൂസ് ചെയ്യാറ്. അതങ്ങനെയാണ് എൻ്റെ ഓരോ മൈൻഡിലെ ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പോൾ ഞാനിതെല്ലാം പിൻ പോയിൻ്റാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അവിടെ പിൻ പോയിൻ്റ് കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഫ്ലയറിൻ്റെ ഈ പെൻ എടുത്തതാണ്, ബോൾ പെന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു 5 എണ്ണം വരുന്ന പാക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിൻ പോയിൻറ്റിൻ്റെ ബ്ലൂ വാങ്ങാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് 5 പീസ് വരുന്നതിന് 50 രൂപയാണ്, ഒന്നിന് 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ 4 പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണം ദാനിഷിനും 1 എനിക്ക് കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ദാനിഷിൻ്റെ നോട്ട്ബുക്കാണ് വരുന്നത്. ദാനിഷിന് എന്നെക്കാളും കൂടുതൽ നോട്ട് വരുന്നത് ദാനിഷിനാണ്. ഇത് ഒരു 6 എണ്ണം വരുന്ന ഒരു സെറ്റും പിന്നെ അത് പോരാത്തതിന് 4 എണ്ണം വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 നോട്ടാണ് ടോട്ടലി അവനക്ക് സ്കൂളത്തെ ആവശ്യത്തിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഓഫർ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, സത്യമായിട്ട് ഒന്നിൻ്റെ ഓഫർ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഇതാണ് അവൻ്റെ സ്കൂൾക്ക് ആവശ്യമായിട്ടുള്ള മീൻസ് ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള. പിന്നെ ഇത് മദ്രസയിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ 5 നോട്ട്ബുക്ക് ക്യാംലിൻ്റെ തന്നെയാണ് ഓവറോൾ കൂടുതൽ നോക്കുകയാണെങ്കിലും ഞങ്ങൾ കയ്യിൽ എടുത്തിട്ടുള്ള സാധനങ്ങൾ. നോട്ട്ബുക്കിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് അത് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. മീൻസ് ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതല്ല, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. പിന്നെ ഈ ക്യാമലിൻ്റെ 5 നോട്ട്ബുക്ക് അവൻ്റെ മദ്രസത്തെ ആവശ്യത്തിനായിട്ട് മേടിച്ചതാണ്. മറ്റ് 10 എണ്ണം സ്കൂളത്തത്. പിന്നെ ഈ ഒരു 5 സബ്ജക്റ്റാണ് മദ്രസിന് വരുന്നത്. സ്കൂളിൽ തന്നെ കേട്ടോ മദ്രസ, അപ്പോൾ അതിന് മേടിച്ചതാണ്. പിന്നെ ബാക്കിയുള്ള ക്ലാസ്മേറ്റിൻ്റെതും പേപ്പർ ഗ്രിഡിൻ്റെത് ഞങ്ങൾ മേടിച്ചതല്ല, മേടിച്ചതിൽ പെട്ടതാണ്. അത് എന്തിനു യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയില്ല, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ഈ തിന്നായിട്ടുള്ളത് മലയാളത്തിൻ്റെ 2 ലൈനും അതേപോലെ തന്നെ ഹിന്ദിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്കിന് ഉടുപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 എണ്ണമാണ് മേടിച്ചിട്ടുള്ളത്. ബട്ട് ഈ റോള് ഭയങ്കര തിന്നാണ്. എല്ലാ നോട്ടും ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇത് കഴിയും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയത് മേടിക്കും. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഗ്രിപ്പ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വെള്ളം ഒന്നും അയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റ് ബ്രൗൺ പേപ്പറിൻ്റെ പോലെ ഒന്നും ആവില്ല. അപ്പോൾ അതെടുത്താണ്. പിന്നെ അടുത്തതായിട്ട് ഈ സ്പിന്നർ ഇറേസറാണ് എടുത്തിട്ടുണ്ടായിരുന്നു. താൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇറേസർ വേണ്ട, സാധാ ഇറേസർ മതി എന്ന്. ബട്ട് ഞങ്ങൾ സാധാ ഇറേസർ അവിടെ മൊത്തം തപ്പി, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇതന്നെ എടുത്തു. ഇനി പുറത്തുനിന്നൊന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ എന്തായാലും പൊക്കും, അത് വേറെ കാര്യം.
പിന്നെ അടുത്തത് സ്റ്റാപ്ലെയർ പിന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാപ്ലെയർ കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു. കേട് വരിക മീൻസ് അതിൻ്റെ ആ ഒരു പിടുത്തത്തിൻ്റെ ആ ഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടി പോന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് എൻ്റെ സ്റ്റെപ്ലർ മിസ്സിങ്ങുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പുതിയത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. 120 രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ അതും മേടിച്ചു. പിന്നെ അതിൻ്റെ പിന്നിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പിന്നിൻ്റെ പാക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസില്, ഷാർപ്നർ അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 സ്കെയിലും ഒരു ഗ്ലൂ സ്റ്റിക്ക്, എന്തെങ്കിലും അസൈൻമെൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും പിക്ചേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് കൊടുത്തു. ഇതിന് 20 രൂപയാണ്. പിന്നെ സ്കെയിലിന് സ്വാഭാവികമായും 5 രൂപയാണ് വരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നെയിം സ്ലിപ്പ് യൂസ് ചെയ്യലില്ല കുറേ ആയിട്ടെന്ന്. അപ്പോൾ അതിൻ്റെ പകരം ബുക്കിൻ്റെ മേലെ ഓരോ സബ്ജക്റ്റ് എഴുതി കൊടുക്കലാണ്. എൻ്റെ നെയിം പിന്നെ നോട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതലാണ് കേട്ടോ. അപ്പോൾ മേലെ സബ്ജക്റ്റിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയതുകൊണ്ട് ഇതൊന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ദാനിഷിന് ഇക്കൊല്ലം ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം മുതലാണ് അവന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് പുതിയതായിട്ടൊന്ന് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ്റെത് പറയണ്ടല്ലോ, ഞാൻ 8 മുതൽ യൂസാക്കി, ഒരു 10th വരെ യൂസാക്കി കേട്ടോ. പിന്നെ വേണ്ടാന്ന് വെച്ചപ്പോൾ പിന്നെ എവിടെയാണ് ഓരോന്നും എനിക്ക് അറിയാൻ കൂടി ഇല്ല. എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പോലും എനിക്ക് കാണാനില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ +1നും +2നും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വല്ലാണ്ട് ആവശ്യം വന്നിട്ടില്ല. സ്കെയിലും പെൻസിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളല്ലാതെ പ്രൊട്രാക്ടർ പിന്നെ എന്തെങ്കിലും ഇതിൽ സർക്കിളൊക്കെ വരക്കാണ്ടെങ്കിൽ മാത്രമേ യൂസ് ആക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റും ഈ 2 കൊല്ലമായിട്ട് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അവനക്ക് പുതിയതായിട്ടൊന്ന് മേടിച്ചു കൊടുത്തതാണ്. പുതിയതായിട്ട് അവന് യൂസ് ചെയ്യാൻ പോകല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ബ്ലൂവും ഗ്രീനും മിക്സായിട്ട് വരുന്ന ബാഗാണ് ദാനിഷിൻ്റെത്. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലൂ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ബട്ട് ചെറിയൊരു ഗ്രീൻ ടച്ച് ഉണ്ട് കേട്ടോ. അതിന് ഒരു എംബാക്സിൻ്റെ ഒരു എക്സ്പ്ലോർ ഡീപ്പ് എന്ന് പറയുന്ന ഒരു ബാഗാണ് എടുത്തിട്ടുള്ളത്. അവൻ വേറെ ബാഗാണ് ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് പിന്നെ അതിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് മേടിക്കേണ്ട വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മേലെ പോയി താഴെ വന്നപ്പോഴത്തേന് എന്നാൽ അതന്നെ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉദ്ദേശിച്ച ആ ബാഗ് ആരോ കൊത്തിക്കൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ അവന് കുറേ തപ്പേൻ്റെ ശേഷം പിന്നെ ഈ ബാഗ് മതിയെന്ന് പറഞ്ഞിട്ട് ഇത് ഫൈനലാക്കിയതാണ്. ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷിബ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ അധികം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ അവൻ എന്തെന്നാ പറഞ്ഞാൽ മദ്രസ ബുക്ക് വെക്കാനുള്ള സ്പേസാണ് ഇവിടെ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ഷിബ് വരുന്നത് അവനക്ക് ലഞ്ച് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലും വെക്കാനുള്ളൊരു സ്പേസാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു ബാഗാണ് നോക്കിയെടുത്തിട്ടുള്ളത്. കാരണം അവനക്ക് സബ്ജക്റ്റ് കൂടുതലാണ്. ബുക്കും അവന് കിറ്റ് മേടിച്ചിട്ടില്ല. അതിൻ്റെ പകരം വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ ഇതിൽ തന്നെ വെച്ച് കൊണ്ടുവന്നതുകൊണ്ട് കുറച്ചധികം വലുപ്പമുള്ളതും സ്റ്റോറേജ് സ്പേസുള്ള ബാഗാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് അറയിലാണ് എന്താ പറയുക സ്കൂൾക്കുള്ള ആവശ്യമായിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ്. നല്ല ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഒരു 1 ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ടല്ലേ, ബട്ട് ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ദാനിഷിന് വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും 7 കുപ്പി അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതിൻ്റെ പ്രൈസ് 120 രൂപ അങ്ങനെ എന്താണ് കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് എനിക്ക് കുടയാണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ കുട ഓൾറെഡി മിസ്സായതുകൊണ്ട് ഞാൻ പുതിയ ഒരെണ്ണം മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏതായാലും സ്കൂൾ വർക്കല്ല, അപ്പോൾ മേടിക്കാൻ വിചാരിച്ചിട്ട് വെയിറ്റ് ആക്കിയതാണ്. അങ്ങനെ എൻ്റെ ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാനൊരു പിങ്ക് കുടയാണ് കൈ പിടിച്ച് നിൽക്കുന്നത്. ഉമ്മ പോയപ്പോൾ പിന്നെ ഞാൻ ആ കുടൻ്റെ അതൊന്നും കൂടി ചകഞ്ഞപ്പോൾ എനിക്ക് ഒരു പർപ്പിൾ കളർ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ലാസ്റ്റ് ഐറ്റം എൻ്റെ ഈ ഒരു ബാഗാണ്. എനിക്ക് ഏകദേശം കുടയും ബാഗും വാട്ടർ ബോട്ടിലൊക്കെ ഏകദേശം ഒരു സെയിം കളറിൽ തന്നെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ കുറേ ബാഗ് തപ്പിയിട്ടുണ്ടായിരുന്നു. ദാനിഷ് ബാഗ് കിട്ടിയിട്ടും ഞാൻ എൻ്റെ ബാഗ് തപ്പിയെടുക്കായിരുന്നു. ഈ ബ്ലൂലിൻ്റെ ബാഗിൽ തന്നെ പലതരം പിങ്ക്, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഈ ഒരു പർപ്പിൾ കളറൊക്കെ കണ്ടു. ഫസ്റ്റ് തന്നെ ഒരു പിങ്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റി അമ്മ പറഞ്ഞു ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ അമ്മനോട് ജസ്റ്റ് ചോദിച്ചത് എങ്ങനെയുണ്ട്, ആ പിങ്കിനെ കാട്ടി രസമുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് പോകുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ പിന്നെ ഫസ്റ്റ് ചെറിയൊരു അറ വന്നു. പിന്നെ അതിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറക്കുന്നൊരു അറ, അതിൽ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലാണ് കുടയാണ് വെക്കാൻ വിചാരിച്ചത്. പിന്നെ അതിൻ്റെ ബാക്കത്തേൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലാണ് വെക്കാൻ വിചാരിച്ചത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ എൻ്റെ ബുക്ക് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ബാഗ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പോംപോം, ഒരു മൂങ്ങേൻ്റെ ഒരു പോംപോം വന്നിട്ടുണ്ട്. അതും കൂടി നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെ ബാഗിന് 820 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ലഞ്ച് ബോക്സൊക്കെ. അപ്പോൾ ഇത്രയുള്ള ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.